അമ്മക്കിളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ. അമ്മക്കിളിയുടെ ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് അമ്മക്കിളിയോട് കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത്. അമ്മക്കിളി തിരിച്ചു പറയത്തില്ല കേട്ടോ. മക്കളെ, ഇന്നത്തെ അമ്മക്കിളിയുടെ വിശേഷം എന്താണെന്ന് അറിയാമോ? വീഡിയോയിലേക്ക് പോകാം മക്കളെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെടി നടാൻ താമസിക്കുന്നതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കിന്ന് അതെന്താണെന്ന് നോക്കാം കേട്ടോ. മക്കളെ, ഈ കല്ലാണ് ഞാനിപ്പോൾ അവിടെ ഇടാൻ പോകുന്നത്. ഉള്ള സത്യം പറയാമല്ലോ മക്കളെ, ഈ 6 മാസം ഉണ്ടല്ലോ നമുക്ക് വിലപ്പെട്ടതാണ്. ഈ 6 മാസത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്ത് നമ്മൾ ശേഖരിച്ച് വെച്ചെങ്കിൽ അടുത്ത 6 മാസം നമുക്ക് സേഫായിട്ടിരിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഇനിയും ഉണ്ട് കുറച്ച് സാധനങ്ങൾ കൂടെ. നമ്മൾ ജോലിയുടെ കാര്യത്തിൽ ഒട്ടും മാറി നിൽക്കുന്നവരല്ല. എന്നാലും ഇവിടെ എല്ലാം സ്വന്തമായിട്ടാണല്ലോ ചെയ്യുന്നേ. അത് നമുക്ക് കാണുമ്പോൾ നല്ലൊരു എനർജിയാണ് കിട്ടുന്നത് കേട്ടോ മക്കളെ. ഉള്ള സത്യം പറയാമല്ലോ മക്കളെ, ഇവിടുത്തെ ആൾക്കാർ ജോലി ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അന്തിച്ചു പോകും. കാരണം ഇവിടെ വീട്ടു ജോലിക്കോ അങ്ങനെ കൃഷിപ്പണിക്കോ ഒന്നും ആളെ എടുക്കത്തില്ലല്ലോ. പ്രായമൊന്നും നോക്കണ്ട കേട്ടോ. രാവിലെ അവർ തൂമ്പായി എടുത്തുകൊണ്ട് ഇറങ്ങുന്നത് കണ്ട് ആദ്യം ഞാൻ വന്ന വർഷം ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങ് അന്തിച്ചു പോയി കേട്ടോ. കൃഷിയെല്ലാം അവർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്തൊക്കെ താമസിക്കുന്ന വയസ്സായ ആൾക്കാരാണ്. പക്ഷെ അവർ ചെയ്യുന്ന കൃഷി കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഭയങ്കര അതിശയിച്ചു പോകും. അത് കണ്ടാണ് ഞാനും ഇങ്ങനെ ചെയ്യണം. ഞാൻ അല്ലെങ്കിലും കൃഷി ചെയ്യുന്നവളാണ്. പക്ഷേ ഇവിടെ വന്ന് എങ്ങനെ ഏതാ നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു ഇതായി. കാര്യം അവർ കിളയ്ക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് നോക്കി നിന്നു പോകും കേട്ടോ. അവരുടെ പ്രായവും അവരുടെ ചെറുപ്പക്കാരും ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ നേരിൽ കണ്ട കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും സമയം കളയാനില്ല കേട്ടോ. അപ്പോൾ അതെന്തായതാന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. കൃഷികളൊന്നും ഇറക്കാറായില്ല. എന്നാലും നവംബറിൽ വന്ന് ഞാൻ കുറച്ച് വെളുത്തുള്ളി നട്ടിട്ടുണ്ട്. ഇപ്പം ശരി, ഒരു കുറച്ച് ചെറിയ രീതിയിൽ നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ ഇച്ചിരി കുഞ്ഞുതായിട്ട് കിട്ടുമല്ലോ. അതൊന്നും അങ്ങോട്ട് നടാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് നട്ടുവിട്ട് എന്താ ജൂലൈ ആഗസ്റ്റിലേക്കൊക്കെ നമുക്ക് പറിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് നടാൻ പോകാം കേട്ടോ. ചെറിയ ചാറ്റമഴയുണ്ട്. ഇതാണ് ആ കുഞ്ഞു വെളുത്തുള്ളികൾ. ഇതെല്ലാം ഇപ്പോൾ ഞാൻ അങ്ങോട്ട് മണ്ണിനകത്തോട്ട് കൊണ്ട് നടാൻ പോവാണേ. പുതിയൊരു സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പലകയടിച്ച് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുക, വളമൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലോട്ട് നടാം. വേറെ ചെടി നടാൻ വേണ്ടിയാണ് ഇത് വെച്ചത്. എന്നാലും സാരമില്ല, ഇതൊരു സൈഡിലോട്ട്. ഇതിന് പിന്നെ വലിയ സ്ഥലം വേണ്ടല്ലോ. അപ്പോൾ ഒരു സൈഡിലോട്ട് അങ്ങ് നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് അതാ ചെയ്യാൻ പോകുന്നത് നമുക്ക് കേട്ടോ. ഇതിങ്ങനെ കുഴി കുത്തി അങ്ങോട്ട് നടട്ടെ. ചെറുതായിട്ട് ഇങ്ങനെ വിരൽ കൊണ്ട് ഒരു കുഴി അങ്ങോട്ട് കുഴിച്ചിട്ട് അതിനകത്തോട്ട് അങ്ങ് നട്ടാൽ മതി. വലിയ പണിയൊന്നും ഉള്ളതല്ല. ഇത് വളം ഇട്ടതാണ്. അതിനതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം ഒന്നും ചെയ്യണ്ട. കുഞ്ഞുതായിട്ട് അങ്ങോട്ട് നട്ടാൽ പോരാ നമുക്ക്. ഇതാ ഇങ്ങനെ നമുക്ക് അങ്ങ് നടാൻ പോകുന്നേ. ഇതാണ്ട മണ്ണിപ്പോൾ ഇട്ടതായോണ്ടേ നല്ല ലൂസായി കിടക്കും, ഉറച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നടാം. അപ്പോൾ ഇതങ്ങോട്ട് നടട്ടെ മക്കളി കേട്ടോ. മക്കളി ഇപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് കുത്തി വെച്ചു. ഇനി ഇതിൻ്റെ പുറത്തോട്ട് മണ്ണിടട്ട് കേട്ടോ. കിട്ടുന്ന നാട്ടെ, എത്രയും കിട്ടി അത്രയും മാറ്റാം. നമുക്കൊരു 2 കിലോ കിട്ടി അത്രയും മാറ്റല്ലേ. എന്നിട്ട് മണ്ണിട്ട് ഞാൻ മൂടാൻ പോകുന്നേ. ഒന്നും വലിയ പ്രത്യേകിച്ച് വെളുത്തുള്ളിക്കെല്ലാം ഒന്നും പണിയില്ല കേട്ടോ. ഇത് മണ്ണും വളമൊക്കെ ഇട്ട പരിപാടിയായണ്ടേ. വേണ്ട, ഇങ്ങനെ അങ്ങ് മൂടിയാൽ മാത്രം മതി. ഇതിൻ്റെ പുറത്ത് നീച്ചൂടെ മണ്ണിടണം. അത് പതുക്കെ ഇടത്തുള്ളൂ. ഞാൻ ഇന്നലെയാണ് ഈ മണ്ണ് ഇവിടെ എല്ലാം ഇട്ടത് കേട്ടോ. ഒന്ന് കയറിക്കോട്ടതല്ല, കിട്ടുന്നിടത്തോളം ആകട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു കുടം, അതായത് വെളുത്തുള്ളിക്ക് കുടമെന്നാന്നല്ലേ പറഞ്ഞു. ഒരു കുടം കിട്ടിയാലും അത്രയും സന്തോഷമാണ് നമുക്ക്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഞാൻ നട്ടില്ല. അതിന് മുമ്പത്തെ വർഷം നട്ടപ്പോൾ എനിക്ക് 2 കിലോ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് മണ്ണിട്ട് മൂടട്ടെ. ഇതിൻ്റെ പുറത്ത് ഇനി മണ്ണ് കുറച്ച് പിന്നിടണം. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ കുറച്ച് മതി. ഇപ്പോൾ ഇത്രേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൃഷി നടൽ കഴിഞ്ഞു. അതായത് വിത്ത് വിതയ്ക്കൽ കഴിഞ്ഞു. വെളുത്തുള്ളി ഇനി ആഗസ്റ്റിലേക്ക് എനിക്ക് പറിക്കാൻ പറ്റുള്ളൂ. കാരണം 3 മാസം കഴിയണമല്ലോ. അതുകൊണ്ട് തൽക്കാലം ചുമ്മാ അവിടെ വീട്ടിലിരുന്ന് നമ്മൾ ഉപയോഗിച്ചാൽ ബാക്കി കുഞ്ഞു വെളുത്തുള്ളി അല്ലികൾ കിട്ടത്തില്ല. അതങ്ങോട്ട് കൊണ്ടു നിട്ടതേ ഉള്ളൂ. അത് കിട്ടുന്നതാട്ടെന്ന് വിചാരിച്ചു. നമ്മുടെ ബാക്ക് യാർഡിൻ്റെ സെറ്റപ്പ് ഒന്നും ഇത്രേ ആയിട്ടുള്ളൂ മക്കളെ. ഓരോ ചട്ടിയിലാണ് ഞാൻ മണ്ണ് കൊണ്ടുവരുന്നത്. എങ്ങനെ തീരാനാ? മണ്ണിടിയിൽ കഴിഞ്ഞില്ല കേട്ടോ. അത് ചാറ്റമഴയുണ്ട്. അതുകൊണ്ട് മണ്ണിടാനൊന്നും പറ്റിയല്ല. ചള്ളയല്ലേ മണ്ണും കൂടെ ആകുമ്പോൾ. മണ്ണും വളം എല്ലാം കൂടെ ചേരുമ്പോൾ കുളകുളാന്നാകും. അപ്പോൾ നമുക്ക് ലെവലാക്കി ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇന്ന് ഇടയിൽ നടക്കില്ല. ഇങ്ങോട്ട് ഇറങ്ങിയില്ല ഞാൻ. അപ്പോൾ ഇതിന് വേണ്ടി ഓടി ഇറങ്ങി വന്നാൽ ചാറ്റമഴയായി. ഇന്ന് നാളെ മഴ. ഇനി വെള്ളിയാഴ്ച ഉള്ളൂ വെയിൽ. അപ്പം അതുവരെയ്ക്ക് നമുക്ക് ഈ മണ്ണിടിയിൽ നടക്കുകയില്ല. ഇന്നലെ സന്ധിക്ക് കൊണ്ടുവന്നിട്ട് കൂമാച്ചിയായിട്ട് ഇട്ടത് അവിടെ കിടക്കുന്നു. കൂമ്പാരമാക്കി ഇട്ടത് വളം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടതാണ്. പക്ഷേങ്കിൽ പിന്നെ അത് രാത്രിയായി. പിന്നെ ഇപ്പോൾ അന്ന് മഴയും. അതുകൊണ്ട് ഇന്ന് നടന്നില്ല പണി. നമ്മുടെ വെളുത്തുള്ളി പെട്ടെന്ന് കിളിച്ച് വരാൻ പ്രാർത്ഥിക്കണം എല്ലാവരും. ശരി, ഇതാണ് ഇന്നത്തെ അമ്മക്കിളിയുടെ വിശേഷം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾ എല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിച്ചിരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.